ഒരു സ്ത്രീ സമത്വക്കാർ വന്നിരിക്കുന്നു കുടുംബം കലക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിനക്ക് വരാൻ അറിയാം, പേടിയുണ്ട്. അയ്യേ, ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാ. നിന്റെ ഫോൺ എനിക്കൊന്ന് കാണണം. ഇതല്ലേ ഫോണ്? എങ്ങനല്ല, എനിക്കത് തുറന്നൊന്ന് കാണണം. ആ, തുറന്ന് കാണുന്നുണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പ് പോണ്ടി വരും. ഒരുമാതിരി വേഷം കെട്ടിറക്കല്ലേ. നിനക്ക് ആ ഫോൺ എന്തെങ്കിലും തന്ന എന്താടി കുഴപ്പം? ആ, എന്തിനാ എന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തരുന്നത്? നീ ആരൊക്കെ വിളിക്കുന്നുണ്ടെന്നും നിനക്ക് എവിടെ നിന്നൊക്കെ കോൾ വരുന്നുണ്ടെന്ന് എനിക്ക് കൊണ്ടൊന്ന് അറിയണം. ഒരു ഫോണാകുമ്പോൾ ഒരുപാട് കോളുകളൊക്കെ വരും, അതിനെന്താ തെറ്റ്? അത് എന്നെ ഒന്ന് കാണിച്ചാൽ എന്താ കുഴപ്പം? അല്ല, നിങ്ങളുടെ ഫോൺ ഞാൻ എടുക്കുന്നുണ്ടാ? ഞാൻ ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നതെന്നൊക്കെ? ഇല്ലല്ലോ. നീ ആരൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടേ ഞാൻ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കോൾ റെക്കോർഡർ ഉണ്ട്, എനിക്കറിയാൻ പറ്റും നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്. അയ്യേ, നിങ്ങൾക്ക് നാണമില്ല ഇതൊക്കെ ചെയ്തു ഒക്കെ? ആ, എനിക്ക് നാണമില്ല. ആ, അതല്ലെങ്കിൽ എനിക്ക് പണ്ടേ അറിയാം നിങ്ങൾക്ക് നാണും മാനും ഒന്നുമില്ലാന്ന്. ഫോൺ ഇങ്ങോട്ട് കാടി. ആ ഫോൺ തരാൻ സൗകര്യമില്ല. പിടിച്ചു വലിച്ചാൽ പൊട്ടിപ്പോവും. അത് പൊട്ടുന്നെങ്കിൽ എനിക്കൊരു ബന്ധമില്ല, അത് പൊട്ടിക്കും ഞാൻ. എറിഞ്ഞ് പൊട്ടിക്കൂടി എടുത്ത് ആരെയും കൊണ്ട്. അത് തന്നെയല്ല, എന്നാ പിന്നെ എനിക്കൊന്ന് കാണേണ്ടത്. അയ്യോ, കഴിയുന്നില്ല ഈ ഫോണിന്റെ പ്രശ്നം. നിന്റെ അച്ഛനോട് ചോദിക്കടി. എന്തോ അച്ഛത്? ഇവിടെ ഫോൺ കിട്ടിയാലോ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചു കളയും ഞാൻ. അങ്ങനെ നിങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ച വിവരം അറിയാം, അത്രയേ ഉള്ളൂ. ആ, ഒരു വിവരം അറിയാനില്ലടി. ഞാൻ നിന്റെ വിവരം ഞാൻ പറയുന്നില്ലേ. ഇവിടെ ഫോണ് എന്തോന്ന് അമ്മ ഇങ്ങനെ കാണിച്ചു ഞങ്ങൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. ആ, അപ്പൊ നിങ്ങൾ നല്ലതൊന്നും കാണുന്നില്ല? നല്ലതുപോലെ കാണിക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ആ, നല്ലത് ഞാൻ കാണിക്കാം. നല്ലത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും കാണിക്കും. നല്ലത് കാണിക്കേണ്ട മക്കള്, അച്ഛനും കണക്കനെ മക്കളും കണക്കനെ. അല്ല, ഇപ്പൊ എന്തെങ്കിലും ഫോൺ ഇങ്ങനെ കാണണം എന്നുള്ള പിരാൻ തളിക്കിയത്? എന്തുവാടി നീ ഒളിച്ചത്? എന്താ നീ ഞാൻ വരുന്ന കണ്ട് നീ എന്തൊക്കെയോ മറക്കുന്നുണ്ടായിരുന്നില്ല ഫോണിൽ നിന്ന്. എന്തെന്ന് മറിക്കേ? നീ ആരെയാടി വിളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത്? അനാവശ്യം പറയരുത് കേട്ടാ. ആ, നിനക്ക് കാണിക്കാം അനാവശ്യം, ബാക്കിയുള്ളവർ പറയരുത്. പറഞ്ഞ കുഴപ്പം. നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ ഈ ഉണ്ട കണ്ടുകൊണ്ട് നിങ്ങൾ എന്നാ കണ്ടേ? കണ്ടതെല്ലാം കൂടെ ഞാൻ വിളമ്പാം. എല്ലാരും കൂടെ പിള്ളേരും അമ്മയും എല്ലാരും കൂടെ ഇരിക്കുമ്പോ ഞാൻ വിളമ്പാടി. നീ ഇപ്പൊ കാണിച്ചു തന്നെ ഏറ്റവും വലിയ വൃത്തികേട്. ഞാൻ കയറി വരുന്ന ഉടനെ ഒരു ഭർത്താവ് മുറിലോട്ട് കയറിയപ്പോ ഭാര്യ ഫോൺ ഒളിപ്പിക്കുക. അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എന്റെ കയ്യിലല്ലോ, ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ പിന്നെ എന്തിനാ മറച്ചു പിടിച്ചത്? നീ ഒളിപ്പിച്ചിട്ടൊന്നും പിടിച്ചു വലിക്കും വിചാരിച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചത്. വേഷം കെട്ടിറക്കല്ലേ പെണ്ണെ, വേഷം കെട്ടുന്ന പിന്നെ നിങ്ങൾ മേടിച്ചു തരുമോ? നിന്റെ കയ്യിലിരിക്കുന്ന സാധനം അങ്ങനെ പറന്നു പോയി പൊട്ടത്തൊന്നും ഇല്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചപ്പോ നീ തരാത്തോണ്ടല്ലേ ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞു. ആ, ചിലപ്പോ നിങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചത്, അല്ലാണ്ട് എനിക്ക് കളത്തരൊന്നും ഉണ്ടായിട്ടൊന്നല്ല. വെറുതെ ഓരോന്ന് പറയരുത്. ഈ ഇത്രയും കാലം ജീവിച്ചിട്ട് എത്ര ഫോൺ പൊട്ടിച്ചു നിന്റെ? പറ. നീ അങ്ങനെ അങ്ങ് പറഞ്ഞ് മേപ്പോട്ട് കയറി പോണ്ട. നീ എത്ര ഫോൺ നിന്റെ പൊട്ടിച്ചത്? ഞാൻ അത് ഞാൻ സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും പൊട്ടാത്തെ. അതുകൊണ്ടല്ല, എനിക്ക് മര്യാദയുള്ളതുകൊണ്ട്. ഇപ്പം നീ കുറച്ച് മര്യാദകൾ ആ ഫോണിൽ കാണിക്കുന്നുണ്ട്, എനിക്കറിയാം. എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, എന്ത് വിവരം? ചില വിളികള്, ചില സംസാരങ്ങള്, ചില മെസ്സേജുകള്, ചില വേഷങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരങ്ങള്. നിങ്ങൾ എന്തോ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ട് പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ അത് കേട്ടിട്ട് അങ്ങ് ഇരുന്നാ മതി. അത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്റെ പ്രതികരണം വേറെ ആയിരിക്കും. പിന്നെ ഇവിടെ കിടന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല, ചവിട്ടി കൂട്ടും ഞാൻ നിന്നെ. ആ, ചവിട്ടി കൂട്ടാ. ഇങ്ങോട്ട് വാ, എന്നെ ചവിട്ടി കൂട്ടുന്നു. ആ, നിന്നേരും പോട്ടെന്ന് വിചാരിക്കുമ്പോണ്ടല്ലോ 4 പിള്ളേരുടെ ഓർത്തിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് അവര് കൂടി ഇരുന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്. 4 പിള്ളേരെ വിചാരിച്ച പിള്ളേര് പെണ്ണ് കേട്ടിട്ട് ഓടി വന്നത് കണ്ടില്ലേ? കുറച്ച് നാണം വേണം നിങ്ങൾക്ക്. അത് നീ വിചാരിക്കണം 4 പിള്ളേരുടെ തള്ളയാണ്, വേണ്ട ഇതിനൊന്നും കാണിക്കരുതെന്ന്. ഒരു പിരാന്തുമല്ല. നീ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ആരോടെങ്കിലും ഗുണ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എത്രയോ കണ്ടിട്ടുണ്ട്. എത്രയോ. അത് നിന്റെ സംശയം. ഞാൻ ഇതുവരെ വേണുക്കുട്ടനോടല്ലാതെ ഒരൊറ്റ ആളോട് ഞാൻ മാറി നിന്ന് സംസാരിക്കാറില്ല. അയ്യോ, നിങ്ങളുടെ ഫോണിലെത്തി വേണുക്കുട്ടന്റെ കോള് മാത്രമേ വരുന്നുള്ളൂ. വെറുതെ അനാവശ്യം പറയിപ്പിക്കരുത് എന്നെ കൊണ്ടാ. നീ എടുത്തു വെച്ച് നോക്കുന്ന കാണാലോ. പാതിരാത്രി വരെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നീ എടുത്ത് ഫോൺ എടുത്ത് കുത്തി നോക്കുന്നത് ആരെയൊക്കെ വിളിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നീ വേണുക്കുട്ടന്റെ പേരല്ലാതെ ആരെങ്കിലും പേര് കണ്ടിട്ടുണ്ട്? ഇനിങ്ങനെ 10 പ്രാവശ്യം കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. മേലാൽ ഇതുപോലത്തെ വൃത്തികേട് കാണിച്ച ഫോണെന്നല്ല നിന്നെ ഞാൻ വലിച്ചെറിയും. ഞാൻ ഈ വീട്ടിൽ പിള്ളേർ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു കേട്ടാ. കാണാനൊന്നും ഇല്ല, കണ്ടറിയും. ഓട്ടോന്ന് വയ്ക്കുന്നവരും അഹങ്കാരം കാണിക്കുന്നു.